അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട നമ്മുടെ വേദി പങ്കിട്ട പ്രിയ സുഹൃത്ത് സയ്യിദ് ഷറഫുദ്ദീൻ മുഖൈബിലി തങ്ങൾ അവர்கள், നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരനും കൂടിയായ സയ്യിദ് ഹസ്ബുല്ലാഹ് ബാഫഖി തങ്ങൾ. ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഇരിക്കും, വാക്കുകളിരുന്നോളൂ, ദ്വാരൊക്കെ പോവാ, വേറെ പരിപാടി ഒന്നുമില്ല. ഞാന് മദീനത്തായിരുന്നു, വന്നിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അതിനുശേഷം തന്നെ ഒരുപാട് പരിപാടികൾ, അതുകൊണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം ഞാൻ ഇന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബുല്ലാഹ് തങ്ങൾ മുമ്പൊരു പരിപാടിക്ക് ഇവിടെ കല്ലീടിലുമായിട്ടാണെന്ന് തോന്നുന്നു വിളിച്ചിരുന്നു. അപ്പോഴും എനിക്ക് കൂടാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു വിഷമം മനസ്സിലിരുത്തി ഇനി പോരുന്നതേ ഉള്ളൂ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്കുടനെ പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റബീഉ കൊണ്ട് സന്തോഷമായ ഒരു വസന്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റബീഉൽ അവ്വൽ 12 പറയുമ്പോഴേ വിശ്വാസി മനസ്സുകളിൽ ഒരു ആനന്ദമാണ്. ആ ഹബീബിനെ സ്വീകരിക്കുന്നതിലുള്ള, അവിടുന്ന് മുത്തുനബിയോടുള്ള മഹബത്ത് കൊണ്ടുള്ള, ആ ഇഷ്ക് കൊണ്ടുള്ള, അത് എങ്ങനെയെല്ലാം നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും സ്ഥാപനങ്ങളും വീടുകളും എല്ലാം അലങ്കരിച്ച് നമ്മുടെ പൊന്നാമനകൾ മുത്തുനബിയോടുള്ള മദ്ഹ് ചൊല്ലി മർഹബാ യാ നബി സലാം തുടങ്ങി ഒരുപാട് ബൈത്തുകൾ ചൊല്ലി ആ ദഫുകൾ മുട്ടി ആ പ്രിയപ്പെട്ട പൊന്നോമനകൾ ഇങ്ങനെ നടന്നു വരുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വലിയ ആഹ്ലാദം അലയടിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വളരെ സിമ്പിളായി ചിന്തിച്ചാൽ, എന്റെ ചെറുപ്പകാലത്ത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്ത് ചെയ്തു? നബിദിനം വന്നപ്പോ, ആ പരിശുദ്ധമായ ജന്മദിനം വന്നപ്പോ മദ്രസകളിൽ അവിടുത്തെ ഉസ്താദന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ദഫ് മുട്ടാനും, അവിടെ പല പ്രഭാഷണ പരിപാടികളിലും മറ്റുള്ള മദ്ഹ് പരിപാടികളിലും ഒക്കെ കൂടാനും നമ്മെ അവർ പ്രോത്സാഹിപ്പിക്കുകയും, അങ്ങനെ പറഞ്ഞു വിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കൾ അവിടെയുള്ള പള്ളികളിൽ മൗലിദുകൾ ആഘോഷിച്ച് ഒജീനങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, ജില്ലയുടെ നെറുകയിലെ ഗർഭല മൈതാനിയിലെ ഏതാണ്ട് ജില്ലയുടെ മിക്ക മഹല്ലുകളിൽ നിന്നും ഒരുപാട് വാഹനങ്ങളിലായി ജനങ്ങൾ ഒരുമിച്ചുകൂടി വലിയ ഗർബല സമ്മേളനങ്ങള് നമ്മുടെ ഗർബല മൈതാനിയിൽ നടന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു കാലം സഹോദരങ്ങളെ, നമ്മുടെ ജില്ലയില് സുന്നികളായി, മുസ്ലിം എന്നാൽ അത് സുന്നികൾ മാത്രമായിരുന്ന, എന്താണ് വഹാബിസം, എന്താണ് മൗദൂദിസം, ഇതൊന്നും അവർക്ക് മുസ്ലിമീങ്ങളുടെ പ്രത്യേകിച്ച് വേർ ഉറപ്പിക്കാതിരുന്ന കാലഘട്ടത്തില് ഇങ്ങനെ ഐക്യത്തോടെയായിരുന്നു റബീഇനെ വരവേറ്റുന്നത്. ഞാൻ ഓർക്കുന്നു, എന്റെ ചെറുപ്പകാലത്തില് പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ സുന്ദരമായ 12ന്റെ അന്ന് പള്ളിയിൽ ആഹാരം കൊടുത്തിട്ട് ജനങ്ങൾ ലോറികളിൽ വലിയ വാഴകൾ വെച്ച് കെട്ടി, തോരണങ്ങൾ വെച്ച് കെട്ടി അതിലിങ്ങനെ യാത്ര ചെയ്യുകയാണ്. എവിടത്തേക്കാണ്? കൊല്ലത്തേക്ക്, അതും ഗർഭലയിലേക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്മദിനമാകുന്ന ഇന്ന് തലമുറ കൈമാറി കെടാതെ സൂക്ഷിക്കുമെന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കടന്നുപോയത് സഹോദരങ്ങളെ, ഇന്നിപ്പോ അതിൽ നിന്നല്ല വഹാബിസവും മൗദൂദിസവും കടന്നുകൂടിയിട്ട് വിശ്വാസങ്ങളിലെല്ലാം 50-50 ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉമ്മ മരിച്ചാൽ ഒരു മകൻ ഖുർആൻ ഓതണമെന്ന് വേറൊരു മകൻ ഓതുന്ന മുസ്ഹഫ് എടുത്തുകൊണ്ടുപോകുന്നത്, പത്രം കൊണ്ടുവന്നിട്ട് വായിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്, ഉമ്മയുടെ മയ്യത്തെടുക്കുമ്പോ
ആ മയ്യത്തിന്റെ ഇടയിൽ ഒരു മകൻ അൽ ഫാത്തിഹ വിളിക്കുമ്പോ വേറൊരു മോൻ അവിടുന്ന് മയ്യത്തെടുത്തുകൊണ്ട് ഓടുന്നത്. ഇങ്ങനെ ആ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കുമ്പോ അവിടെ വരെ തൽക്കീൻ ഓതാൻ തയ്യാറായി വരുമ്പോ പിന്തിരിഞ്ഞു പോകുന്നത് ഇങ്ങനെ വിശ്വാസ പ്രമാണങ്ങളിൽ കടന്നുകൂടി ഇസ്ലാമിന്റെ ആധാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അവിടെ ഭിന്നിപ്പിച്ചു കളയുക. ഇതൊരു ജൂതന്റെ, ഇത് പണ്ട് പടുത്തുവിട്ട ജൂതർ നസ്രാണികളുടെ ഗൂഢമായ ശ്രമത്തിന്റെ ഫലമാണ് സഹോദരങ്ങളെ ഈ സമുദായത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല രൂപത്തിലും പല കോലത്തിലുമായി സഹോദരങ്ങൾ വർഷങ്ങൾ പിന്നിട്ട് വരുമ്പോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ നമുക്കറിയാം, വയനാട്ടിലൊരു ദുരന്തമുണ്ടായി. നമ്മൾ ഒരുപാട് ഖേദിക്കുന്നവരാണ്, അതിൽ വിഷമിക്കുന്നവരാണ്. എന്തിനു വരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന SYS എന്ന മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിലുള്ള പ്രിയപ്പെട്ട യുവാക്കൾ ആ ദുരന്തം നടന്ന ഭൂമിയിൽ നിമിഷങ്ങൾക്കുള്ളില് മാലാഖമാർ പറന്നിറങ്ങുന്നത് പോലെ ആ ജനതയെ സഹായിക്കുവാൻ ഇറമ്പി വരുന്ന വെള്ളത്തിന്റെ മീതെ കടന്നു ചെന്നത്. കയറ് വേണോ കപ്പി വേണോ, മയ്യത്തുകളെ അവിടുന്ന് കെട്ടിപ്പിടിച്ച് അതേ സഹോദരങ്ങളെ ഒരു വെറുപ്പും അറപ്പുമില്ലാതെ ജീവൻ തുടിക്കുന്ന ശരീരത്തെ, അവിടുന്ന് നിശ്ചലമായ ശരീരത്തെ, ശരീരങ്ങളില്ലാത്ത കൈകാലുകളെ അവിടുന്ന് കടത്തിക്കൊണ്ടുവന്ന് അൽഹംദുലില്ലാഹ് മറമാടുകയാണ്. അങ്ങനെ വീടുകൾ കുത്തിനെ ഒലിച്ചുപോയ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ആശ്വാസത്തിന്റെ എല്ലാ ഭക്ഷണം വേണോ, വസ്ത്രം വേണോ, ഇനി പാർപ്പിടം തന്നെ 100 വീടാണ് അങ്ങ് സുന്നി തറവാട്ടിലിരുന്നുകൊണ്ട് സുൽത്താനുലമ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഞാൻ മദീനത്ത് നിൽക്കുമ്പോ സഹോദരങ്ങളെ ICF-ന്റെ പ്രവർത്തകർ അവിടെ ഏറ്റെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഞെട്ടിപ്പോയി സഹോദരങ്ങളെ. 100 അല്ല, സുൽത്താനുലമ 500 പറഞ്ഞാൽ അതും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സഹോദരങ്ങളെ അവർ മുന്നിട്ട് ആ ആഹ്ലാദത്തോടെ കടന്നു വരികയാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് ആ ദുരന്ത മുഖത്ത് ചെന്നപ്പോ, ആ ദുരന്ത ഭൂമി കണ്ടപ്പോ നമ്മുടെ നേതാക്കൾ ആകെ പൊട്ടിക്കരഞ്ഞു പോയി സഹോദര. അത്രയും വലിയ ദുരന്തമാണ്. പക്ഷേ ഇത് റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു പരീക്ഷണമാണ്. അപ്പോ പരീക്ഷണം വരുമ്പോഴെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലോ, ഞങ്ങളെ നീ പരീക്ഷിക്കരുത്, ഞങ്ങളെ നീ പരീക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ. അവിടെയാണ് കണ്ടില്ലോ സുനാമി. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ്. ഒരു കാലത്ത് സുനാമി ആഞ്ഞടിച്ചപ്പോ അറബിക്കടലിൽ നിന്ന് സുനാമി ഏതാണ്ട് 2-3 നില വരുന്ന വീടുകളുടെ അതല്ലെങ്കിൽ തെങ്ങുകളുടെ പൊക്കത്തിലേക്ക് അവിടുന്ന് തിരമാല ഉയർന്നിട്ടാണ് ഭൂമിയിലേക്ക് പതിച്ചത്. എത്ര ജനങ്ങളെയാണ് ഈ നമ്മുടെ പരിസരത്തുള്ള ഈ കടലോരങ്ങളിൽ കൊണ്ടുവന്ന് കുമിഞ്ഞുകൂടിയത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ചെയ്തത് എനിക്കറിയാം. പാനൂർ എന്ന പ്രദേശത്തെ കടപ്പുറത്തെ തിരമാല പൊങ്ങുമ്പോ അവിടെ ഒരു സയ്യിദ്, എന്റെ ജ്യേഷ്ഠനാണ് സയ്യിദ് ഹാമിദ് ബാഫഖി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ജനങ്ങൾ കൂടുകയാണ്. എന്നിട്ട് ആരെ വിളിച്ചു? അല്ലാഹു വിളിച്ച വിളി ആരെ വിളിച്ചു? ശൂഹതങ്ങളെ വിളിച്ചതാണ്. ആ വിളി എന്ത് ചെയ്തു? അവിടെയുള്ള ജനങ്ങൾ കൂടി നിന്ന് വിളിച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. അൽഹംദുലില്ലാഹ്, ആ പ്രാർത്ഥനയുടെ ബലം വളരെ ദുരന്തങ്ങളിൽ ഒഴിവായി, ഒരുപാട് പേർക്ക് ആശ്വാസങ്ങളായി. അങ്ങനെ അവിടെ നിന്ന് മാത്രമല്ല, അറിയുന്ന എല്ലാ പള്ളികളിലും ദ്വാരന്ന്, എല്ലാ പള്ളികളിലും പുനീത്തുകൾ ഓതി. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെ രക്ഷപ്പെട്ടു സഹോദരങ്ങളെ. എന്നതുപോലെ ദുരന്തങ്ങൾ വരുമ്പോ നല്ല കാര്യങ്ങളെ മുടക്കാൻ പാടില്ല. അതാ നമ്മൾ പഠിക്കാനുള്ളത്. വിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോ
ആ പരിശുദ്ധമായ നബിദിനത്തിന്റെ സുന്ദരമായ ആ ഈരടികൾ അത് സ്വലാത്തുകളാണ്, അത് മുത്തുനബിയോടുള്ള മദ്ഹുകളാണ്, അത് മൗലിദിന്റെ സദസ്സുകളാണ്, അത് സ്വലാത്തിന്റെ ഈരടികളാണ്. ആ സംഗതികളെ, ആ മർഹബാ ചൊല്ലുന്ന സദസ്സുകളെ അങ്ങ് മാറ്റിവെക്കാം, എന്നിട്ട് വയനാടിനെ സഹായിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് സഹായമാ ചെയ്യുന്നത്? എന്ത് സഹായമാ ചെയ്യുന്നത്? മരിച്ചുപോയ ആളിന്റെ റൂഹ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതല്ലെങ്കിൽ ആ മരിച്ച റൂഹിന് ആരെന്ന് കൊടുക്കാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിയുക? അത് ചെയ്യാനുള്ള സദസ്സുകൾ വേണ്ട എന്ന് ഒരു പ്രഖ്യാപനങ്ങള് വലിയ വലിയ സഭകളിൽ നിന്ന് വരുമ്പോ നമുക്ക് വേദനയുണ്ട് സഹോദരങ്ങളെ, കൽബിൽ വേദനയുണ്ട്. ഒരിക്കലും പാടില്ല. അവിടെ ചെയ്യാനുള്ളത് സലാത്തുകൾ അധികരിപ്പിക്കലാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആപത്ത് വരുമ്പോൾ നിങ്ങൾ സലാത്ത് അധികരിപ്പിക്കുക എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഒരിക്കലും പിന്മാറരുത്. പല പള്ളികളിലും റബീഉൽ അവ്വലിൽ ചോറ് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ വരെ ആ പൈസ എങ്ങാണ്ട് വയനാടിന് അയക്കുന്നു. അവിടെ ആവശ്യമില്ല. അവിടെ ഇവിടെ കൊടുക്കുന്ന ചോറ് കൊടുത്തിട്ട് ആ വിശ്വാസികളെ കൊണ്ടുള്ള ദ്വയാണ് അവിടെ ആവശ്യമുള്ളത്. ഇനി ഒരു ദുരന്തം വരുന്നൊരു റബ്ബേ, ഞങ്ങളെ ദുരന്തങ്ങൾ തന്നെ പരീക്ഷിക്കല്ലേ അല്ലാ എന്നാണ് സഹോദരങ്ങളെ ദുആരക്കാനുള്ളത്. ആരുടെ ദുആയിക്കാണ് ഇജാബത്തുള്ളത് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഭൂമി പൊളിഞ്ഞു കഴിഞ്ഞുള്ളത്, ഈ ഭൂമിയെല്ലാം പൂർവടിയാകുമെന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതാ ഏതെല്ലാം ശാസ്ത്രീയ രോഗം വന്നിട്ട് പോലും, ഏതെല്ലാം ബുദ്ധിചിന്തകന്മാർ വന്നിട്ട് പോലും വായിച്ചു കളയാന്, അത് വെട്ടിത്തിരുത്താനോ പറ്റാത്ത വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലോ പരീക്ഷണമാ അതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഈമാനിൽ നിന്ന് പോകരുത്, ഖൽബിൽ നിന്ന് ഈമാൻ പോകരുത്. അവിടെയാണ് ഏത് പഴുതുണ്ട്, ആ പഴുതിന്റെ ഇടയിലൂടെ എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് ഈ സയനിസ്റ്റുകള്, ഈ ഇസ്രായേൽ ജൂത സംഘടനയുടെ അനുയായികൾ പല വേഷത്തിലും ഭാഷത്തിലും അത് താടിയും കൂടെയുമായി കടന്നു വരുമ്പോ അത് മനസ്സറിഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഈ ഉമ്മത്ത് മനസ്സിലാക്കാനുള്ളത്. സഹോദരങ്ങളെ, ഈ എല്ലാം കണ്ടറിഞ്ഞ എല്ലാ ഫന്നുകളിലും കഴിവുള്ള, അത് വിശുദ്ധ ഖുർആനായാലും ഹദീസുകളായാലും ഫിഖ്ഹായാലും തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങളായാലും എല്ലാം കൈകാര്യം ചെയ്യാൻ അങ്ങേയറ്റം അഗ്രഗണ്യരായ അതേ മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു പാടില്ല, സൂഫിയാക്കൾ പറഞ്ഞു പാടില്ല, സാദാത്തീങ്ങൾ പറഞ്ഞു പാടില്ല. എന്ത് പാടില്ല? മൗലിദ് മാറ്റിവെക്കാൻ പാടില്ല, റബീഉൽ അവ്വൽ മാറ്റിവെക്കാൻ പാടില്ല. അവിടെ അത് നടക്കണം. എത്ര കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ ഗംഭീരമായി നടക്കണോ, എല്ലാ നാടുകളിലും നടക്കണോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ട് കോളറ വന്നത് ഉമ്മമാരോട് ചോദിച്ചു നോക്കണം, ഉമ്മമ്മമാരോട് ചോദിച്ചു നോക്കണം. കോളറ വന്നത് അന്നെന്താ ചെയ്തത്? വസൂരി വന്നപ്പോ അത് മയ്യത്ത് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സാഹചര്യങ്ങളില് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് വസൂരിയാണെങ്കിൽ പ്രദേശത്തോട്ട് പോകാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോ അന്നത്തെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അവിടെ മങ്കൂസ് മൗലൂദോദണ്. സഹോദരങ്ങളെ, തങ്ങൾ രണ്ടാമൻ അവിടെ നിന്ന് ചെയ്തു ആ മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത്. അവിടുന്ന് മുത്തുനബിയുടെ മദ്ഹുകൾ അവിടുന്ന് എഴുതി ചേർത്തത് ഇങ്ങനെയുള്ള വിപത്തുകൾ തടയാനാ. നിങ്ങൾക്കറിയോ, നമ്മൾ താമസിക്കുന്ന കേരളക്കരയില് മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. സഹോദരങ്ങളെ, വലിയ ചെലവില്ല. ഇവിടുന്ന് 60 രൂപ, അതല്ലെങ്കിൽ 150 രൂപ, 100 രൂപ ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ
നേരെ നിങ്ങൾക്ക് തിരൂരങ്ങാടിയിൽ ഇറങ്ങാം, അല്ലെങ്കിൽ പരപ്പനങ്ങാടിയിൽ ഇറങ്ങാം. എന്നിട്ടൊരു ചെറിയ ബസ്സിൽ കയറിയിട്ട് താനൂരിൽ ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ അറിയാം പരിശുദ്ധ റബീഉൽ ആഖിർ കടന്നു വരാൻ പോകുന്നു. വർഷങ്ങളായി ആ നാട്ടിലെ മുഴുവൻ വീടുകളില് റബീഉൽ ആഖിർ വരുമ്പോ പള്ളികളിൽ മുസ്ലിയാക്കന്മാർ കൂടുകയാണ്. എന്നിട്ടെന്ത് ചെയ്യുന്നു? ആ വീടുകളിൽ നിന്ന്, ആ പള്ളികളിൽ നിന്ന് ഓരോ മുസ്ലിയാക്കന്മാര്, അല്ലെങ്കിൽ ഈ രണ്ടുപേര്, കഴിവുള്ളവർ 3-4 പേരെ വിളിച്ചിട്ട് ഇന്ന് എന്റെ വീട്ടിലാ മൗലിദ് എന്ന് പറഞ്ഞു ആ വീട്ടിൽ എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും ഈ വ്യാഴാഴ്ച രാവിലെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാ. എന്നിട്ട് അവർ 3 മൗലിദുകൾ ഓടുന്നുണ്ട്. അതിൽ മങ്കൂസ് മൗലിദുണ്ട്, ബദർ മൗലിദുണ്ട്, യുദ്ധി മൗലിദുണ്ട്. അവസാന അശ്റഖ ബദർ അലൈനാ, അങ്ങനെ അങ്ങ് തുടങ്ങും. ആരാ കൂടെ വന്ന് ചെല്ലുന്നത്? കേട്ടാൽ രസം വരും. അവർക്ക് ഹർഫും ഹർക്കത്തൊന്നും തിരിയില്ല. അവരെ മർഹബ കൊല്ലാനുള്ളവർക്ക് എന്ത് ചെയ്യ്? മീൻ പിടിക്കാൻ പോകുന്ന പൂഷണന്മാരാണ്, വെള്ളത്തിൽ പോകുന്ന കേക്കന്മാരാണ്. അവർ വന്നിരുന്ന് ഉസ്താദന്മാരുടെ ചൊല്ലുകയോ അവരും ചെല്ലുന്നു. ഉസ്താദന്മാർ ചൊല്ലും മർഹബ യാ നൂറൈനി. അപ്പം എവരെന്തല്ലോ മർക്കബ മർക്കബ മാർക്കോ എന്നാ അവര് ചെല്ലുന്നത്. കാരണം അവർക്ക് ഹർഫും ഹർക്കത്തൊന്നും തിരിയില്ല. അവര് ആവേശം കൊണ്ട് ചെല്ലുകയാ. ഇതൊന്ന് തുടങ്ങിയതാണ്. ഇത് ഇന്നലകളിലോ തുടങ്ങിയതല്ല. അത് മഹാനായ സയ്യിദ് അലവി മമ്പുറണ്ടങ്ങളോ, അത് ബ്രിട്ടീഷുകാരന്റെ പേടി സ്വപ്നമായ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അത് രക്തം കൊടുത്ത, ചങ്ക് കൊടുത്ത മഹാനായ അത് ആ മലപ്പുറത്ത് രാജകുമാരനായ സയ്യിദ് അലവി മമ്പുറണ്ടങ്ങളാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കണോ? അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊള്ളൂ. സൂര്യ വന്നപ്പോ, കോളറ വന്നപ്പോ എല്ലാ വീടുകളിലും ഓടാൻ പറഞ്ഞത്. നൂറ്റാണ്ട് എത്ര കഴിഞ്ഞു സഹോദരങ്ങളെ? എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ഇന്നും നടപ്പിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ വിപത്ത് വരുമ്പോ നല്ല കാര്യങ്ങളെ തടയുന്നത് അത് ഇസ്ലാമികമല്ല, അത് ആദർശശുദ്ധിയുള്ള ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതിന് ആരായാലും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഓനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ പറഞ്ഞവസാനിക്കുകയാ. നമ്മുടെ എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും മൗലിദുകളോട് അവിടെ എന്ത് ചെയ്യണം? സ്വലാത്തുകളിൽ പങ്കെടുക്കണം. ദുആ നല്ലതുപോലെ അൽഹംദുലില്ലാഹ് ദ്വാരക്കണം. എന്നിട്ട് മദ്രസകളിലെ കുഞ്ഞുങ്ങൾ വരുമ്പോ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണോ. അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ? പായസം വെച്ച് കൊടുക്കുകയോ മുട്ടായി ഓടിച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ ചെയ്യണോ. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചുകൂടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടണം. എന്നിട്ട് അതിൽ വിജയിപ്പിക്കണം സഹോദരങ്ങള്. വേറെന്തിനുമല്ല, വരുന്ന 27-ാം തീയതിയില് കൊല്ലത്തെ ആശ്രാം മൈതാനത്തിൽ നിന്ന് ആലിമീങ്ങളും സാദാത്യങ്ങളും ശുഭവസ്ത്രധാരികളായ ആയിരങ്ങൾ അണിനിരക്കുന്ന മഹത്തായ റാലി ഇൻഷാ അല്ലാഹ് ഉണ്ട്. അത് വീരങ്കി മൈതാനത്ത് സമാപിക്കുമ്പോ വലിയ വലിയ ആലിമീങ്ങൾ നമ്മളോട് ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുകയാണ്. നിങ്ങൾ എഴുതിയിട്ട് കൊള്ളുക. ഡേറ്റ് വരുന്ന 27-ാം തീയതി ഒരു വെള്ളിയാഴ്ച. വിമാനിസ്കരിച്ചിട്ട് ഭാര്യയോട് പറയണം ഞാൻ കൊല്ലത്തേക്ക് പോവുകയാ. നല്ല വസ്ത്രം ധരിച്ച് കൊല്ലത്തേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബുകളിൽ മുത്തുനബിയോടുള്ള ഇഷ്ക്, അവിടുത്തോടുള്ള മഹബ്ബത്ത് അല്ലാഹു ഏറ്റിട്ട് പെരുമാറാകട്ടെ. അവനെ ഇഷ്ടം വെക്കുന്ന നല്ല സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള നിങ്ങൾ എല്ലാവരും തങ്ങൾ ഇങ്ങനെ പലരും ചോദിക്കുന്നത് കണ്ടു. എനിക്ക് നിങ്ങളെ അറിയാം, ഏകദേശം ആൾക്കാരെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും എല്ലാം അറിയാവുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിവ്
കഴിവനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലല്ല. ഇത് സമ്പത്ത് പറ്റിയില്ലെങ്കിലോ ശാരീരികമായി, അതും പറ്റിയില്ലെങ്കിലോ മാനസികമായി പ്രസ്ഥാനമാ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു ഫാക്ടറിയിൽ നിന്ന് വാർത്തിറക്കുന്നത് പോലെ അവർ ഈ സമൂഹത്തെ നാളെ നിയന്ത്രിക്കേണ്ടവരാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്കറിയാം, പല കുഞ്ഞുങ്ങളും ഇന്ന് പല സ്കൂളുകളിലുമായി അവർ രാവിലെ മദ്രസ വരെ കട്ട് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് മക്കളെ പെട്ടെന്ന് പഠിപ്പിച്ച് ഏതോ വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നവർ കൊള്ളുമ്പോ അവർക്ക് മതവിജ്ഞാനങ്ങൾ അവർക്ക് പ്രശ്നമേ അല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല അവിടെ നടത്തിയെടുത്ത് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോ അവരുടെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാ, ഞാൻ പഠിക്കുന്നത് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ മനഃപ്പാഠമാക്കലോടുകൂടെ നാളെ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയാൽ, നാളെ എന്റെ വാപ്പ മരണപ്പെട്ടു പോയാൽ ആ വാപ്പയ്ക്ക് വേണ്ടിയിട്ടൊരു ശുപാർശ ചെയ്യാൻ, ആ ഉമ്മയ്ക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യാൻ. എന്തിനാണ് ശഫാഅത്ത്? അത് മറ്റൊന്നുമല്ല, ഉമ്മയ്ക്ക് ഇബാദത്ത് കുറവാണ്, വാപ്പയ്ക്ക് ഇബാദത്ത് കുറവാ. അപ്പോ ഖുർആൻ മനഃപ്പാഠമാക്കി എന്നില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ സംഭവം എനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കഴിവ് കൊണ്ട് എന്റെ ഉമ്മയെ കൈപിടിച്ചൊന്ന് സ്വർഗത്തിലേക്ക് അനയിക്കാൻ, എന്റെ വാപ്പയെ കൈപിടിച്ചൊന്ന് സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ എനിക്ക് കഴിയുമല്ലോ. ഇതാണ് സഹോദരങ്ങളെ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അവിടുത്തെ രക്ഷകർത്താക്കൾക്കുള്ളത്, അവിടുന്ന് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്കുള്ളത്. ഈ ഒരു വലിയ ചിന്ത, ഇത് വലിയ ചിന്തയാ. നേരെ മറിച്ച് ഡോക്ടറാക്കുമ്പോ ഈ ഒരു സംഭവം നിങ്ങൾക്കുണ്ടാവില്ല. ഡോക്ടറായ മകൻ നിൽക്കുന്നത് ചെച്നിയില, ഡോക്ടറായ മകൻ നിൽക്കുന്നത് ഒരു പക്ഷേ അമേരിക്കയില, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രികളില. സുഖമില്ലാതെ വലിച്ചു കിടക്കുന്ന പിതാവ് അവിടുന്ന് മകന് ഫോൺ ചെയ്യുമ്പോ ഇന്നെന്റെ എക്സാം ആണ്, അതല്ലെങ്കിൽ എന്റെ ഡ്യൂട്ടി ടൈമാണ്, എനിക്ക് കടന്നു വരാൻ പറ്റില്ല, അതുകൊണ്ട് ഉപ്പയെ അടുത്ത വൃദ്ധസദനത്തിലേക്ക് ഒന്ന് കൊണ്ടെത്തിച്ചാൽ ഉപ്പയുടെ ചെലവ് ഞാൻ നോക്കിക്കൊള്ളാം. സഹോദരങ്ങളെ, വൃദ്ധസദനത്തിൽ ആരാ അവിടെയുള്ളത്? നമ്മളുടെ ആരെയും രക്തമില്ല, ആരുടെയും കുടുംബക്കാരില്ല. ഏതോ ഉമ്മയ്ക്കും വാപ്പയ്ക്കും പിറന്ന മകനാണ്, അതും വെറും ആ സ്ഥാപനത്തിലെ ശമ്പളം പറ്റിയിട്ട് ആ ശമ്പളത്തിന്റെ മാത്രം സ്നേഹം വെച്ചുകൊണ്ട് ഈ വാപ്പയോട് പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള വൃദ്ധസദനത്തിലേക്ക് പോകണം. അതല്ല, ഇൽമു പഠിച്ച് നല്ല സ്വാലിഹീങ്ങളായ മക്കളുടെ ആ ഒരു ശിക്ഷണത്തിലായി അവസാനം വീട്ടിന്റെ ഉമ്മറത്ത് വെച്ച് അതേ കെലിമ ചൊല്ലി വഫാത്താകണം. ഇത് ഉമ്മമാര് തീരുമാനിച്ചു കൊള്ളണം, ഇത് വാപ്പമാര് തീരുമാനിച്ചു കൊള്ളണം. ഇത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏത് പൈസ നമ്മൾ ചെലവാക്കിയാലും ഇങ്ങനെയുള്ള നല്ല നല്ല സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ, കൊല്ലത്ത് നമ്മളുടെ മർക്കസായ ഖാദിസിയ്യ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അൽഹംദുലില്ലാഹ് എത്രയോ പതിനായിരക്കണക്കിന് ആലിമീങ്ങളാ ഖാദിസിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ പഠിക്കുന്നത് എത്രയോ കുഞ്ഞുങ്ങളാ. അതുപോലെ മഖ്ദൂമിയ എന്ന സ്ഥാപനത്തില് എത്രയോ ആയിരങ്ങളാണ് അവിടെ പഠിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആലിമീങ്ങൾക്ക് വേണ്ടിയിട്ട്, ആ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടി ചെലവഴിച്ചാലും അൽഹംദുലില്ലാഹ് ഒന്നും പാഴാവില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ മുഅ്മിനീങ്ങളോട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹകരിക്കുകയും ഈ രാവുകളിൽ ഇൻഷാ അല്ലാഹ് മാലയും മൗലൂദും ദിക്റുകളും ഒക്കെ ചൊല്ലി ഇനി റബീഉൽ അവ്വൽ വരുമ്പോ റബീഉൽ ആഖിർ വരുമ്പോ ഔസുല്ലാലും തങ്ങളുടെ ആ സുന്ദരമായ ആണ്ട് നടക്കുമ്പോ റാത്തീലുകൾ ചൊല്ലി
സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി അൽഹംദുലില്ലാഹ് എല്ലാവരും ദുആ ഇറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എണീറ്റാൽ നമുക്ക് ഒരു 2 വരി സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അസ്സലാത്തു أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي والصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. أنت أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. منزلنا غدا من شفاعتك الصفا من لنا بذلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطا غير هسر وأداء لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس حولك للعطاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الشفاعة هب لنا في القيامة مسبقا وهي لا إله إلا الله يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة والنبي كل وقت دائما لا نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين يا الله ملك الجبار يا الله പാപികളായ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ നീ ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. കാമിലായ ഈമാൻ നീ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ പാവങ്ങളും മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ മാഫാക്കണം അല്ലാഹ്.
പടച്ചവനെ പാതിരാ സമയത്ത് റബ്ബേ നല്ലതുപോലെ ഉറങ്ങാനുള്ള ഈ ടൈമില് പല പല രോഗങ്ങളുള്ളവരാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയുള്ള രോഗങ്ങൾ വരവോക്കാതെ നിന്റെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഉദ്ദേശിച്ച ഈ സദസ്സിൽ അല്ലാഹ് ഒരുമിച്ച് കൂടി കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ ഞങ്ങളാരെയും നീ നിരാശരാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശിഷ്ട ജീവിതങ്ങൾ വളരെ തുച്ഛം മാത്രമാ. ഇനി ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ, ഒരുപാട് സ്വലാത്തുകളിലൂടെ മുത്ത് റസൂലുള്ളാഹിയുമായി അടുക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ലാഹ്. സുജൂദ് ചെയ്യാൻ റബ്ബേ ബുദ്ധിമുട്ടാകുന്ന മുട്ടുവേദന, പിടലുവേദന, നടുവേദന തുടങ്ങി ഒരു വേദനകളും അല്ലാഹ് നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. റബ്ബേ തലക്കറക്കം മുതൽ പടച്ചവരെ ഏതെല്ലാം രോഗങ്ങളാണ് സഹോദരങ്ങളെ എന്ന് നമ്മൾ ഓർത്തു നോക്കുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാ രോഗങ്ങളുടെ ലിസ്റ്റുകൾ തന്നെ വിടുന്നു. ലാബിൽ നിന്ന് തരുമ്പോഴാ ഞെട്ടിപ്പോകുന്നത്. അല്ലാ ഞങ്ങൾക്കാർക്കും അങ്ങനെയുള്ള ഒരു മാരക രോഗങ്ങളും നീ തരല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കണ്ണിന് കാഴ്ച കുറയ്ക്കല്ലേ അല്ലാ, ചെവിയുടെ കേൾവി കുറയ്ക്കല്ലേ അല്ലാ, നാവിന്റെ സംസാരശേഷി ഇല്ലാതാക്കല്ലേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ഹാർട്ടിന് തകരാറ് തരല്ലേ അല്ലാ, വാൽവിന് തകരാറ് തരല്ലേ അല്ലാ, കിഡ്നിക്ക് തകരാറ് തരല്ലേ അല്ലാ, കരളിന് രോഗം തരല്ലേ അല്ലാ. പടച്ചവനെ ഒരുപാട് നീറുന്ന ഒരുപാട് രോഗങ്ങളുള്ളവർ വിഷമത്തില് ഓരോന്നും പറയാതെ റബ്ബേ എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ഹാർട്ടിൽ തകരാറുള്ളവരുടെ രോഗം ശിഫയാക്കണേ അല്ലാ, കിഡ്നിക്ക് തകരാറുള്ളവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ കരള് രോഗമുള്ളവർ റബ്ബേ നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ അരിശുശു പോലുള്ള രോഗമുള്ളവർ ശിഫയാക്കണേ അല്ലാ. മഞ്ഞപ്പിത്തം പോലുള്ള രോഗമുള്ളവർ ശിഫയാക്കണേ അല്ലാ. ഗ്യാസിന്റെ അസുഖമുള്ളവർ ശിഫയാക്കണേ അല്ലാ. റബ്ബേ ക്യാൻസർ എന്ന മാരക രോഗം പിടിപെട്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ മരിച്ചെങ്കിൽ കൊള്ളാമെന്ന് വരെ ആഗ്രഹിക്കുന്ന രോഗികൾ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. റബ്ബേ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള രോഗങ്ങൾ നീ തരല്ലേ അല്ലാ. റബ്ബേ അങ്ങനെയുള്ള മുഴകളെ പടച്ചവനെ റബ്ബേ അങ്ങനെയുള്ള രോഗങ്ങളെ നീ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, സന്താനങ്ങൾ, ഞങ്ങളുടെ പൊന്നോമനകൾ ആർക്കും നീ തരല്ലേ അല്ലാ. അർത്ഥമുറിക്കേണ്ടി വരുന്ന ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു രോഗങ്ങൾ റബ്ബേ ഞങ്ങൾക്ക് തന്നു നീ പരീക്ഷിക്കല്ലേ അല്ലാ. റബ്ബേ ഞങ്ങൾ പാപികളാണ് റബ്ബേ അല്ലാ, ഞങ്ങൾ ദോഷികളാണ്. നീ ഞങ്ങൾക്ക് ചെയ്ത ആരോഗ്യത്തിനനുസരിച്ച്, ഞങ്ങൾക്ക് തന്ന കണ്ണിന്റെ കാഴ്ചയനുസരിച്ച്, ഞങ്ങൾക്ക് തന്ന സുഖകരമായ ജീവിതമനുസരിച്ച് ഒട്ടും ശുക്ർ ചെയ്യാത്തവരാണ് ഞങ്ങൾ. നിന്നെ എപ്പോഴും മറന്നു പോകുന്നവരാ അല്ലാ. ഞങ്ങളോട് കോപിക്കല്ലേ അല്ലാ, ഞങ്ങളോട് കോപിക്കല്ലേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളോട് കാരുണ്യം കാണിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾക്കാർക്കും അദാബ് തരല്ലേ അല്ലാ. ഞങ്ങളുടെ പരിസര നാടായ വയനാടിൽ ഒരു രാത്രി കൊണ്ട് അല്ലാ നിന്റെ ഒരു ചെറിയ കോപത്തിന്റെ അംശം വന്നപ്പോ ഒലിച്ചിറങ്ങിയത് ഞങ്ങൾ ദൃക്സാക്ഷികളാ. റബ്ബേ അതുപോലുള്ള ദുരന്തങ്ങൾ നീ തരല്ലേ അല്ലാ.
ഖിയാമത്ത് നാളുണ്ടാകും. ആകാശവും ഭൂമിയും എല്ലാം തകർന്നു പോകും. നിന്റെ വജ്ഹല്ലാതെ ഒന്നും ശേഷിക്കില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഇത് വ്യക്തമാക്കി പറഞ്ഞതാ. അങ്ങനെ ഒരു കാലം വരാനിരിക്കുന്നുണ്ട്. അല്ലാ വിശ്വാസമില്ലാത്തവർ പലരും ചോദിക്കുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? വയനാട്ട് സൂചന വന്നപ്പോ അവരെ കൽബുകളിൽ വിശ്വാസമുറച്ചിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കുഫ്രിയത്ത് തരല്ലേ അല്ലാ, നിഫാഖ് തരല്ലേ അല്ലാ, ആരോടും പകയുള്ള കൽബുകളാക്കല്ലേ അല്ലാ, ഹസദ് തരല്ലേ അല്ലാ, ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് കാക്കണേ അല്ലാ, സാഹിരീങ്ങളുടെ സുഹൃത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, നമ്മാമീങ്ങളുടെ നമീമത്തിനെ തൊട്ട് കാക്കണേ അല്ലാ, മുഹ്താബീങ്ങളുടെ റൂപത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ ശത്രുക്കളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നോമനകൾ ഇൽമു പഠിക്കാൻ മദീനത്തുൽ അൻവാറിലെത്തിയ മക്കൾ അല്ലാ, അവരെ നീ ഉന്നതങ്ങളിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അതിന്റെ ശില്പിയായ ഹസ്ബുല്ലാ തങ്ങൾ അല്ലാ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്ത സഹോദരങ്ങളുണ്ട്, നല്ല ജോലി നീ നൽകണം റഹ്മാന്. റബ്ബേ, ജോലിയുണ്ട് പക്ഷേ ഗുണമൊന്നുമില്ല, ആകെ കടത്തിലായി കഴിയുന്നവർ സലാമത്ത് നൽകണേ അല്ലാ. കടക്കാരാക്കി ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. പലിശ ഇടപാടുകളിൽ പെട്ടവർ ഇനി ആരും പലിശയിൽ ഇടപെടരുത് അല്ലാ. ആ പലിശ ഇടപാടുകളിൽ നിന്ന് റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ. അന്നത്തെ ഓരോ ദിവസത്തെ ജീവിതങ്ങൾ കൊണ്ടുപോകാൻ, ഓരോ ദിവസത്തെ അന്നങ്ങൾ കൊണ്ടുപോകാൻ അങ്ങേറ്റം പരിശ്രമിക്കുന്നവർ അല്ലാ നീ വിജയിപ്പിക്കണേ അല്ലാ. ദാരിദ്ര്യം തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ആരെയും നീ അപകടങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. അപകട മരണങ്ങളിൽ നീ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളെ റോഡുകളിൽ നിന്ന് വലിച്ചെടുക്കുന്ന മോർച്ചറികളിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥയും നീ വരുത്തല്ലേ അല്ലാ. റബ്ബേ, അറ്റാക്ക് പോലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ നീ തരല്ലേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് നല്ല സാന്നിധ്യങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ദിക്റ് ചൊല്ലി സ്വർഗ്ഗം കൊണ്ട് മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ദുർമാർഗികളുടെ മരണങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാര്യമാർക്കോ ഞങ്ങളുടെ സഹോദരങ്ങൾക്കോ നീ തരല്ലേ അല്ലാ. ദുനിയാവിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോ, സാമ്പത്തിക തെറ്റുകൾ വരുമ്പോ, വിദ്യാഭ്യാസ തെറ്റ് വരുമ്പോ അങ്ങ് ആത്മഹത്യ ചെയ്യാമെന്നുദ്ദേശിച്ച് റബ്ബേ, ആത്മഹത്യ ചെയ്യുന്നവർ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യരുത്. അവർക്ക് ദുനിയാവിലെ വിഷമമാ. ആഖിറത്ത് ചെല്ലുമ്പോ അവൻ എങ്ങനെയാണോ തീർന്നത്, അവൻ എങ്ങനെയാണോ മരിച്ചത്, അതുപോലെ അവിടെ ആവർത്തിക്കപ്പെടുമെന്നുള്ളത്. അവിടെയും വേദന തിന്നു കുറഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാ. അങ്ങനെ ഈമാനില്ലാത്ത ഒരു മരണവും നീ തരല്ലേ അല്ലാ. പടച്ചവനെ, റബ്ബേ, ഒരുപാട് ചോദിക്കാനുണ്ട്. ഈ മജ്ലിസിലേക്ക് കട്ടകൾ സംഭാവന ചെയ്തവർ, പൈസ സംഭാവന ചെയ്തവർ, പലതും സംഭാവന ചെയ്തവർ അല്ലാ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. ആരെയും നിരാശരാക്കല്ലേ അല്ലാ. റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ച, ഞങ്ങളെ അങ്ങേയറ്റം കൽബിലേറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ റബ്ബേ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ.
മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെ ഖബറുകൾ സ്വർഗ്ഗ പൂന്തോപ്പുകളിൽ നീ പെടുത്തണേ അല്ലാ. സ്വർഗീയ വിശാലകൾ നീ ചെയ്തു കൊടുക്കണേ അല്ലാ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകളായ ഞങ്ങളുടെ സഹോദരങ്ങള്, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ എല്ലാവർക്കും, മരണപ്പെട്ടുപോയ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നാളെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ മഹബ്ബത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാ. ആ മുത്തുനബിയുടെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കണ്ണുകൾക്ക് കഴിവില്ല, ഞങ്ങൾ ചെയ്യുന്ന പാവങ്ങൾ അതുപോലെയാണ്. എങ്കിലും മനസ്സിന്റെ ആവലാതി കൊണ്ട് ഇത്രയും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ കൂടിയ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു, റബ്ബേ ആഹാ മുത്തുനബിയെ സ്വപ്നത്തിലൂടെ കാണാൻ പാവികളായ ഞങ്ങൾക്ക് നീ ഒന്ന് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ നിന്നോട് എല്ലാം ചോദിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നവനാ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. صلى الله تعالى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. നാളെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമിലും എല്ലാവരും പങ്കെടുക്കണം. നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹത്തായി പരിപാടിയിൽ സംഗമിച്ച നേതൃത്വം വഹിച്ചവർക്കും പങ്കെടുത്തവർക്കും മദീനത്തുൽ അൻവാറിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നാളെ ഇൻഷാ അല്ലാഹ് കൃത്യം 11 മണിക്ക് തന്നെ പരിപാടി പൂർത്തിയാകുന്നതാണ് എന്ന് ആദരണീയരായ ഹസ്ബുല്ലാ തങ്ങൾ അവർകൾ എല്ലാവരോടും അറിയിച്ചിട്ടുണ്ട്. ഒന്നാം ദിവസം നമ്മുടെ സാദാത്തുക്കളുടെയൊക്കെ സമയവും സാഹചര്യങ്ങളും പരിഗണിച്ചൊരൽപ്പം നീണ്ടുപോയതിൽ വിഷമം അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ എല്ലാവരും തങ്ങൾ സൂചിപ്പിച്ച പോലെ നാളെ നേരത്തെ തന്നെ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.